ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ തല അജിത്തിന്റെ വിടാൻ വിവരിച്ചിട്ട് ട്രെയിലർ വന്നിരിക്കുകയാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മകിഴ് തിരുമേനിയാണ്. ഈ സിനിമയിൽ നായികയെ വീട് നമ്മുടെ സ്വന്തം തൃഷ ക്യൂൻ, നമ്മുടെ സൗത്ത് ഇന്ത്യ ക്യൂനായിട്ടുള്ള തൃഷയാണ്. പിന്നെ ഇതിൽ അടിപൊളി ഗംഭീരമായി വേഷം ചെയ്തിരിക്കുന്നു തോന്നുന്നു. ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ അർജുൻ സെർജിയും നല്ലൊരു വേഷം ചെയ്തിട്ട് തോന്നുന്നു. കാരണം ഒരു രക്ഷ ട്രെയിലർ, കാരണം തുടക്കം മുതൽ അവസാനം വരെ ട്രെയിലർ നോക്കുകയാണെങ്കിൽ എനിക്ക് എടുത്തു പറയേണ്ടത് ഫുള്ളായിട്ട് ഈ ട്രെയിലർ മൊത്തം ഒരു 80% ആക്ഷനാണ് ഇതിൽ ഫുൾ ഓവർ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ കുറെ 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 പുതിയ ഫ്രഷ് ആയിട്ടുള്ള ന്യൂ ലൊക്കേഷൻസ്, കാരണം അതിനനുസരിച്ചുള്ള ക്യാമറ വർക്കും ഇതിൽ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിന്റെ ക്യാമറ ഒരു രക്ഷത്തെ ക്യാമറ വർക്കാണ്. അതുപോലെ തന്നെ അതിന്റെ ഫ്രെയിംസിന്റെ ടോണ്, ഒയ്യോ വാട്ട് എ മാൻ. കാരണം ഇതുവരെ തമിഴ് സിനിമയിൽ കാണാത്തൊരു ലൊക്കേഷൻസും അതുപോലെ തന്നെ അതുപോലൊരു ഫുൾ പാക്കഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ട്രെയിലർ ഇത്രമാത്രം നമുക്ക് ഒരു ഫുൾ പാക്കഡ് ട്രെയിലർ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം അത്രമാത്രം, കാരണം ഒരു പുതിയൊരു ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നി. അത്രമാത്രം നല്ലൊരു ട്രെയിലർ തോന്നി. കാരണം അതിന്റെ ഓരോ ലൊക്കേഷൻസ് കാണാനാണെങ്കിലും അതിന്റെ ഇരിക്കുന്ന ക്യാമറന്റെ ആംഗിൾ, ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു എന്താ പറയുക ഒരു ഹോളിവുഡിന്റെ ട്രെയിലർ കാണുന്ന അതേ ഒരു അത്രമാത്രം എനിക്ക് അതേ ഫീലോട് തന്നെ ഞാൻ ഇത് കണ്ടത്. കാരണം അതിന് നല്ല വലിയൊരു ഹോം തിയേറ്ററൊക്കെ വെച്ചിട്ട് ഈ തിയേറ്ററിൽ ഞാൻ കണ്ടത്. കാരണം അത്ര സൗണ്ട് ആയിക്കോട്ടെ, നമ്മുടെ അതിൻ്റെ ഇതിന്റെ മ്യൂസിക് നോ രക്ഷ. കാരണം എല്ലാം കൂടി ഒന്നിച്ച് വന്നാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ട്. കാരണം ഇതിന്റെ ചില സമയങ്ങളിൽ നമുക്കൊന്നും കുറഞ്ഞൊന്നും കൂടി വരും, പക്ഷെ ഇതിൽ എനിക്കൊന്നും തോന്നിയില്ല. കാരണം അമ്മാതിരി സാധനം, ഒരു രക്ഷയില്ലാത്ത ഒരു അൾട്രാ സാധനം പറയല്ലേ. കാരണം ഇതിലും നമ്മുടെ തലാജിത്തിന്റെ ആ ഒരു മേക്ക് ഓവറും പിന്നെ അതുപോലെ തന്നെ അർജുൻ സർജിന്റെ ഒരു വേറെ ഒരു വേർഷൻ ലുക്കും പിന്നെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നമ്മളെന്താ പറയുക നമ്മുടെ തൃശ്ശിയുടെ ഒരു ക്യൂട്ട്നെസ്സും എല്ലാം കൂടി ഒരു പക്കയായിട്ടുണ്ട്. പക്ഷെ എനിക്കിതിൽ എടുത്തു പറയേണ്ടത് ഡയറക്ഷന്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക ഓരോ ഷോട്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൽ ഓരോ ഫ്രെയിം നിങ്ങൾ ആ ട്രെയിലർ കാണുമ്പോൾ ഓരോ ഫ്രെയിംസ് ഓരോന്ന് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഓരോന്നിന്റെ ആ ഒരു വൈഡ് ആംഗിൾ വ്യൂ ഒക്കെ എന്നാ ഒരു ബ്യൂട്ടി അത് കാണാൻ, എന്ത് നല്ല ബ്യൂട്ടി. എന്തായാലും ഈ സിനിമ കിടുവായിരിക്കും. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. കാരണം അത്രമാത്രം ഫ്രഷ്നെസ് ഈ ട്രെയിലർ എനിക്ക് കണ്ടപ്പോൾ തോന്നി. കാരണം തലാജിത്തിന്റെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സിനിമ ഞാൻ ഇത്രയും ഫുൾ പാക്കഡ് ആയിട്ടുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഫുൾ പാക്കഡ് ആയിട്ട് സിനിമ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇതിനു മുമ്പ് വന്ന സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക വയലൻസും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇതൊരു കഥയും കണക്ട് ചെയ്തിട്ടുള്ള ആക്ഷൻസ് ആണെന്നാണ് തോന്നുന്നത്. കാരണം അതാണ് അതിന്റെ ട്രെയിലർ മൊത്തം കാണുന്നത്. ആദ്യം തുടക്കത്തിൽ ഒരു ചെറിയൊരു വാമപ്പ് പോലെ തുടങ്ങി അവസാനം കത്തി കയറി ഈ എന്താ പറയാ ഒരു പൂരപ്പറമ്പിൽ പടക്കത്തിൽ തീ കൊളുത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ തുടക്കത്തിൽ ചെറുതായി പോട്ടി അവസാനം ഒരു കൂട്ടപടി പോയിട്ടില്ല എന്ന പോലെയാണ് ഈ സംഭവം അവസാനം വെച്ച് ട്രെയിലറിന്റെ ഒരു എന്താ പറയാ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. ഒരു രക്ഷയില്ലാതെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നിരുന്നാലും ഈ സിനിമ എന്താ പറയുക ഫെബ്രുവരി 6 തിയേറ്ററിൽ വരുന്നത്, വേൾഡ് വൈഡ് റിലീസ്. അപ്പൊ നമ്മൾ എന്തായാലും ഈ സിനിമ കണ്ട് വിജയിപ്പിക്കും. ഒരു രക്ഷയില്ല സാധനം, അമ്മാതിരി ഒരു ഹൈ ക്വാളിറ്റി ഐറ്റമാണ് ഈ സിനിമ ട്രെയിലർ കാണുന്നത് എനിക്ക് തോന്നിയത്. എന്തായാലും തലാജിത്തിന്റെ ഈ പരിശ്രമങ്ങളൊന്നും പാഴാകില്ല, അത് പാഴാവാൻ പോകുന്നില്ല. കാരണം തലാജിത്തും അർജുൻ സർജും ഇത് മുമ്പ് വന്നിട്ടുള്ള എല്ലാ സിനിമകളും വൻ ഹിറ്റാണ്. അതിന് നമ്മുടെ തൃശ്ശിയും കൂടി ചേർന്നിട്ട് വൻ ഹിറ്റാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു സാമ്യം തോന്നിയത് നമ്മുടെ മങ്കാത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, മങ്കാത്തിന്റെ അതേ രീതിയിലേക്കാണ് ഒരു മങ്കാത്തിന്റെ അതേ ഫെയിംസ് ഒരു എന്താ പറയാ ആ ഒരു മേക്കപ്പും ഒക്കെ നോക്കുകയാണെങ്കിലും ഒക്കെ മങ്കാത്തിന്റെ ഒരു ഇതുണ്ട്. അതുപോലെ മങ്കാത്തിന്റെ ടൈറ്റിൽ കാർഡ് വരില്ലേ, അതേ രീതി തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മങ്കാത്തിന്റെ ഒരു സാമ്യം പോലെ നമുക്ക് തോന്നിപ്പോകും. കാരണം ചില സമയങ്ങളിൽ സാധനം വന്നു പോകുമ്പോൾ ഇപ്പം നമ്മുടെ അജിത്തിന്റെ ഒക്കെ ആണെങ്കിലും മറ്റേ ആ ഒരു ഫുൾ വൈറ്റ് ഹെയർ അല്ലാതെ ഒരു മിക്സ്ഡ് ഹെയർ വന്നാണെങ്കിൽ തോന്നിപ്പോകും. ചിലപ്പോൾ ഇത് മങ്കാത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ തോന്നിപ്പോകും. കാരണം അർജുൻ സർജിന്റെ ഒക്കെ മുടിയും ഹെയർ സ്റ്റൈലൊക്കെ അത് തന്നെയാണ്. ചെറിയൊരു ഒരു കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പടം എന്തായാലും കത്തിക്കരുന്ന് ഉറപ്പാണ്. അപ്പൊ എല്ലാം നമുക്ക് ഫെബ്രുവരി 6 തിയേറ്ററിൽ പോയി അടിച്ച് പൊളിക്കാം. ഒരു പൂർപ്പറമ്പ് നമുക്ക് വേറൊരു പൊങ്കലായിട്ട് ആഘോഷിക്കാം.